എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് അകത്ത് കയറി വന്നേ പറയുള്ളായിരുന്നു, എന്തിനു വന്നെന്ന് ചോദിക്കില്ലായിരുന്നു. അപ്പം എൻ്റെ അമ്മ ഇല്ലാത്ത ഒരു ധൈര്യം ഉള്ളത് കൊണ്ടാണ് അയാളൊക്കെ അങ്ങനെ ചോദിച്ചത്, എന്തിനു നീ ഇവിടെ കയറി വന്നു എന്ന്. അയാളെ വീട്ടിൽ ഞാൻ കയറിയില്ല. മല്ലു രാജേഷ് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു മകൻ, 2 രോഗികളായിട്ടുള്ള അച്ഛനും അമ്മയും നോക്കുന്നു. അയാൾ തന്നെയാണ് പാചകം. അങ്ങനെ അതിലൂടെ അയാൾ ശ്രദ്ധ പിടിച്ച് പറ്റുന്നു. അയാളുടെ ചാനൽ നല്ല വ്യൂസൊക്കെ ഉള്ള ചാനലാണ്. അങ്ങനെയാണ് അയാൾ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. വിവാഹാനന്തരം ഇവരുടെ ഈ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്നതായിട്ടൊന്നും വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല. ആ കുട്ടി മിക്കവാറും ഇവിടെ തന്നെയാണ്. എന്തായാലും കുറച്ച് നാളത്തേക്ക് അവരുടെ വീഡിയോകൾ ഉണ്ടായില്ല. അതിന് എക്സ്പ്ലനേഷനുമായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാര്യയുടെ അമ്മ, അതായത് ഈ പൊന്നു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ മരിച്ചു പെട്ടെന്ന്. ബ്രെയിൻ ഡെത്ത് ആയിരുന്നു. അത് തലയിലെ നെർവ് പൊട്ടി പ്രഷർ കൂടിയിട്ട് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞ് അവർ അമ്മയുടെ ക്രിമേഷനൊക്കെ കഴിഞ്ഞിട്ട് വിവാദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ പ്രകാരം ഈ പൊന്നു എന്ന് പറയുന്ന കുട്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതുവരെ അവരുടെ ആ വീഡിയോയിൽ അമ്മയും അച്ഛനെയും വളരെ അപൂർവമായിട്ടേ കാണിച്ചിട്ടുള്ളൂ. അതിൽ ആ അച്ഛൻ, ആ പൊന്നുവിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഈ വിവാദമായിട്ടുള്ള വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അത് ഞങ്ങളുടെ അച്ഛനല്ല. അതായത് പൊന്നുവിൻ്റെ ഒരു സ്റ്റെപ്പ് ബ്രദർ ഉണ്ട്, രണ്ടാനച്ഛനാണത്. പൊന്നുവിൻ്റെ ഫാദർ അല്ല. പൊന്നുവിൻ്റെ ഫാദർ ആരാണെന്ന് പോലും വ്യക്തമായിട്ട് അവർക്ക് അറിയില്ല. അപ്പോൾ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ച ചെറിയച്ഛൻ അല്ലെങ്കിൽ രണ്ടാനച്ഛനിൽ ഉണ്ടായ മകനാണ് പൊന്നുവിൻ്റെ ഇപ്പോഴത്തെ സ്റ്റെപ്പ് ബ്രദർ. അപ്പോൾ ഈ അമ്മ മരിച്ചോടുകൂടി, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചതോടുകൂടി അവിടെ അവയവദാനം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു. അപ്പോൾ അതിന് അനുകൂലമായിട്ട് ഇവർ നിന്നില്ല. അതായത് മക്കളുടെ ഒപ്പ് ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടേഴ്സിൻ്റെ സംഘം അത് സ്ഥിരീകരിക്കും. അത് ഡെത്തായോ എന്തെങ്കിലും ബ്രെയിൻ ഡെത്താണോ, അയാൾ മരിച്ചില്ലേ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ബന്ധുക്കളുടെ ഒപ്പ് മേടിക്കുക. അപ്പോൾ ബന്ധുക്കളിൽ ആരെങ്കിലും, പ്രത്യേകിച്ച് മക്കളിൽ ആരെങ്കിലും എതിരെ നിന്ന് കഴിഞ്ഞാൽ അതിന് സമ്മതിക്കാനായിട്ട് അല്ലെങ്കിൽ അത് നടക്കില്ല. ഈ കേസിൽ ഈ അമ്മയുടെ അവയവദാനം നടത്താനായിട്ട് അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവും അമ്മയുടെ സഹോദരനും അമ്മയുടെ അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ശ്രമിച്ചപ്പോൾ ഇവർ ഇതിൻ്റെ പുറകെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അത് വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ നീരസത്തിന് അത് കാരണമായി. എന്തായാലും ഈ സ്റ്റെപ്പ് ഫാദറെ പറ്റിയിട്ട് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. പൊന്നുവിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. പൊന്നുവിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ പൊന്നുവിൻ്റെ അച്ഛനല്ല, അത് പൊന്നുവിൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ഹസ്ബൻഡാണ്. എൻ്റെ ബ്രദർ, എൻ്റെ സ്റ്റെപ്പ് ഫാദറിലുള്ളതാണ് എൻ്റെ ബ്രദർ. നമ്മൾ രണ്ടുപേരും അച്ഛൻ്റെ മക്കളും ഒരമ്മയുടെ മക്കളുമാണ്. അതായത് എൻ്റെ സ്റ്റെപ്പ് ഫാദറാണ്. ഈ ഇടയിലൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള പുള്ളിക്കാരൻ എൻ്റെ സ്റ്റെപ്പ് ഫാദറാണ്, എൻ്റെ ഫാദർ അല്ല. ലീഗലി എൻ്റെ അമ്മയുടെ ഹസ്ബൻഡ് കൂടി അല്ല. ഇപ്പോൾ നിലവിൽ എൻ്റെ അമ്മയുടെ ഹസ്ബൻഡ് അല്ല, ലീഗലി അവർ ഡിവോഴ്സാണ്. പുള്ളിക്കാരൻ ഈ ഇവരോട് വന്ന് ചേർന്നത് തന്നെ ഞങ്ങളുടെ കല്യാണ സമയത്താണ്. ആ സമയത്ത് ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു കണ്ണനൊരു ഇവളെ അനിയനൊരു അച്ഛനും അമ്മയും വേണ്ടേ എന്നുള്ള രീതിയിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്, പുള്ളിയെ നിർത്ത്, അച്ഛനായിട്ടൊരാൾ വേണം, മുന്നോട്ടുള്ള കാര്യത്തിലൊക്കെ അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് വീണ്ടും അവർ ഒരുമിച്ചത്. അത് ഇപ്പം എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊന്നുവിൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ തൊട്ട് ഇപ്പം എൻ്റെ അമ്മ മരിച്ചിട്ട് 24 ദിവസമായി. 24 ദിവസമായിട്ട് ഞാനും എൻ്റെ അനിയൻ, അവന് വെറും 15 വയസ്സുള്ള ഒരു കൊച്ചാണ് അവൻ. ഞാനും അവനും അനുഭവിക്കുന്നത് ഭയങ്കര വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ അമ്മ മരിച്ചതിൻ്റെ പേരിൽ മാത്രം കുറേ ബന്ധുക്കൾ, അമ്മയുടെ കുറേ റിലേറ്റീവ്സ്, കുറേ എന്നൊന്നും പറയാൻ പറ്റൂല, 1-2 പേര്. ഒരമ്മയുടെ മരണാനന്തരം സ്വന്തം മകള് ആ വീട്ടിൽ അന്യയായി പോകുന്നു. ആ അമ്മയുടെ സഹോദരനും അമ്മയുടെ അമ്മയും ഉൾപ്പെടെ ഒരു ഗ്രൂപ്പായിട്ട്, ഈ രണ്ടാനച്ഛനും കൂടി ഒരു ഗ്രൂപ്പായി നിൽക്കുന്നു ഇവർക്കെതിരെ. ഇവരങ്ങോട്ട് പോകാൻ പാടില്ല, രാത്രി ഇവർ ചെന്ന് കഴിഞ്ഞ പ്രശ്നം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിലുകൾ അവർ പറയുന്നുണ്ട്, നമുക്കത് കാണാം. എനിക്ക് തോന്നുന്നു 4-5 മാസം മുമ്പ് ജപ്തിക്കുള്ള ബോർഡും വെച്ച് വീടിന്റെ കതവിൽ അവർ ഇത് ഒട്ടിച്ചു, നോട്ടീസ് ഒട്ടിച്ചു. ഒരു വീടാണ് പൊന്നുവിൻ്റെ അമ്മയ്ക്ക്, പൊന്നുവിൻ്റെ അവരുടെ ഉള്ളത്. ഞാൻ പൊന്നുവിനെ കല്യാണം കഴിക്കുന്നത് അവരുടെ സ്വത്തോ അല്ലെങ്കിൽ പണോ അല്ലെങ്കിൽ അവരുടെ രീതിയോ ഒന്നുമില്ലാതെ ഞാൻ എൻ്റെ സ്വന്തം രീതിയിലാണ് പൊന്നുവിനെ കല്യാണം കഴിച്ച്. ആരുമില്ല അവരുടെ ഭാഗത്തുനിന്ന്, നമുക്ക് അങ്ങനെ ഒരു ഇതും വന്നിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം നിലയിലാണ് പൊന്നുവിനെ കല്യാണം കഴിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. ഞാൻ ഒരിക്കലും അവരുടെ സ്വത്തോ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് നിന്നിട്ടില്ല. എനിക്ക് അവളെ കല്യാണം കഴിച്ച് തന്നത് പോലും അല്ല അവർ.
സത്യം പറഞ്ഞു. ഞാൻ ഇറങ്ങി വന്നതുപോലെയാണ് സത്യത്തിന്റെ കല്യാണം നടന്നത്. എൻ്റെ പലരും ചോദിക്കും അമ്മ അച്ഛനെ വീഡിയോയിൽ കാണിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കൂടുതലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലാതെ അങ്ങനെ വിളിച്ചിട്ടില്ല. ഈ ഇപ്പോൾ പൊന്നൂൻ്റെ വിരുന്നെന്ന് പറയുന്നത് തന്നെ കല്യാണത്തിൻ്റെ വിരുന്ന്, സ്നേഹത്തിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. പൊന്നൂന് കല്യാണത്തിന് വിരുന്ന് വിളിക്കുന്നത് സത്യത്തിൽ സ്വന്തം അമ്മയും അച്ഛനാണ് വിളിക്കേണ്ടത്. അങ്ങനെ ഒന്നും ആദ്യം വിളിച്ചിട്ടില്ല. ലാസ്റ്റാണ് പിന്നെ അങ്ങനെ ഒരു ഇതിന് തന്നെ പോയത്. നമ്മളിനി വെറുതെ ആ ഒരു എനിക്കത് പറയാൻ താല്പര്യമില്ല. കാരണം ഇപ്പം എല്ലാത്തിൻ്റെയും കുറ്റക്കാരൻ ഞാനാണ്. ഇപ്പം എല്ലാവരും ചേട്ടനാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ചേട്ടൻ ഈ വീടിനും വസ്തുവിനും ഓൾറെഡി അത് ജപ്തിയിലിരിക്കണ വീടും വസ്തുവാണ്. ഇനി ഞാൻ പറഞ്ഞു എനിക്ക് ആ വീടോ വസ്തുവോ സ്വത്തോ വകയോ ഒന്നും വേണ്ട. പക്ഷെ എൻ്റെ അമ്മ ജീവിച്ചിരുന്ന വീട്ടിൽ എനിക്ക് കയറാൻ പാടില്ല. നീ എന്തിനു വന്നു എന്ന് അമ്മയുടെ മൂത്ത സഹോദരൻ ചോദിക്കുകയാണ്. നീ എന്തിനു വന്നു? നീ ഇപ്പം ഞാൻ രാത്രിയാണ് പോയത്. എൻ്റെ അടുത്ത് ചോദിക്കണം നീ രാത്രി എന്തിനു ഇവിടെ വന്നു? നീ പോയിട്ട് പകല് വാ, അപ്പം നമുക്ക് നോക്കാം. എന്ത് അധികാരമാണ് ആ വയ്യാക്കുള്ളത്? ഈ സംഭവം ഈ പൊന്നൂൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് ഈ ഇടയ്ക്ക് റോങ് ഇങ്ങനെ 2 വെള്ളത്തിൽ ചവിട്ടുന്ന രീതിയിലുള്ള രീതി കാണിച്ചപ്പോൾ ഞാൻ പൊന്നൂൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നു പുള്ളി എന്തെങ്കിലുമൊക്കെ ലീഗലി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്തോണ്ട് പോകും, നിങ്ങൾ നോക്കിക്കുമെന്ന് പറഞ്ഞു. പൊന്നു നോക്കിയപ്പോൾ ആ വീട്ടിൽ ഇരിക്കുന്ന മിക്ക സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെന്റുകളും ആധാരമില്ലേ, ആധാരം, അമ്മേരെ ആധാരം, ഡോക്യുമെന്റ്, അമ്മേരെ സൈന്, അത് ഇത് അമ്മേരെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതെല്ലാം അയാളെടുത്ത് അയാളെ ഫയലിൻ്റെ അകത്താക്കി വെച്ചിരിക്കുന്നു. ഇത് ഞാൻ തിരിച്ചെടുത്തു. കാരണം ലീഗലി ഹസ്ബൻഡ് അല്ല, ഹസ്ബൻഡ് ആവേ അല്ല. ഇവരെന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ജീവിച്ച വ്യക്തികളാണ്, ലീഗലി ഹസ്ബൻഡ് അല്ല. എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അമ്മേരെ ഡോക്യുമെന്റും ഒക്കെ സൂക്ഷിക്കേണ്ട നമ്മൾ 2 മക്കളാണ്. അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ പൊന്നു തിരിച്ചെടുത്തപ്പോൾ അതിനെല്ലാം മെയിൻ ബ്രെയിൻ യൂസ് ചെയ്യുന്നത് ഞാനെന്നുള്ള രീതിയിൽ ഇന്നും എനിക്ക് പ്രാക്ക് കേട്ട്. പ്രാക്ക് മാത്രമല്ല, ഇന്നിപ്പോ നമ്മൾ ഈ ഒരു വീഡിയോ വിട്ടത് തുടങ്ങിയത് തന്നെ ഇന്ന് കണ്ണനെ ഞങ്ങളങ്ങ് കൊണ്ടുവന്നു. കാരണം അവനെ അവിടെ നിർത്താൻ പറ്റത്തില്ല. കാരണം ആരുടെയും കൊല്ലും അവന്. ഇപ്പം അവൻ്റെ പഠിത്തം എന്ന് പറയുന്നത് അവൻ ആഹാരം കൊടുത്താൽ മാത്രം പോരാ അവൻ്റെ ജീവിതത്തിൽ. അവൻ്റെ അച്ഛൻ ഇപ്പോൾ അയച്ചൊരു വോയിസ് ഉണ്ട്, ഞാൻ പിന്നെ കേൾപ്പിച്ച് തരയ്ക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവന് 18 വയസ്സ് വരെ അവന് അച്ഛൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും കൊടുക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഒന്നും കൊടുക്കാനില്ല. നിങ്ങൾ കേസ് കൊടുത്ത് വാങ്ങിക്ക്, അവൻ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഇവരുടെ അമ്മയുടെ മരണാനന്തരം ഇവരുടെ അമ്മ ICUവിൽ കിടക്കുന്നത് ഉൾപ്പെടെ കാണിച്ചിട്ട് ഈ മല്ലു രാജേഷ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ബന്ധുക്കൾ എതിർപ്പുമായി എത്തി. മാത്രമല്ല അമ്മയ്ക്ക് ഒരു ആരോപണം കൂടി, ഈ അമ്മയ്ക്ക് കിട്ടിയിരുന്ന സാലറി ഇവരാണ് മന്ത്ലി, അതായത് ഈ പൊന്നുവിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് പൊന്നു ആണ് നിർബന്ധപൂർവ്വം അമ്മയുടെ കയ്യിൽ നിന്ന് ആ സാലറി വാങ്ങിച്ചു കൊണ്ടുപോയിരുന്നത് എന്നൊക്കെ തരത്തിലുള്ള ആരോപണം. വാസ്തവത്തിൽ ആ അമ്മയ്ക്ക് ജോലി ചെയ്തിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സാലറി എന്നുള്ളൊരു ആരോപണം വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനെ തുടർന്ന് അവരുടെ ബന്ധുക്കളൊക്കെ ഒരൊറ്റ നിരയിലും ഇവര് ഓപ്പോസിറ്റ് നിരയിലും പോയി. ഇനി പ്രത്യേകമായിട്ട് ഇവരോട് ദേഷ്യം കൂടാനായിട്ട് ഈ പൊന്നുവിൻ്റെ അനിയൻ, ഈ സ്റ്റെപ്പ് ഫാദറിലുള്ള മകനെ ഇവരെ സ്കൂളിൽ ചേർത്താനും അവൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഇവരെ ഏറ്റെടുത്ത പോലെ ആ കുട്ടിയെ ഇവരുടെ കൂടെ കൂട്ടുന്നു. അപ്പോൾ ഡോക്യുമെൻ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സ്റ്റെപ്പ് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങുന്നു. ഈവൻ ജപ്തിയിലാണെങ്കിൽ പോലും ആ വീടിൻ്റെ ഡോക്യുമെൻ്റ് വാങ്ങുന്നു. ഈ കുട്ടിയെ ഉൾപ്പെടെ ഇവർ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ സ്കൂളിൽ ചേർത്താനായിട്ടുള്ളൊരു വീഡിയോ ഇടുന്നു. അപ്പോൾ ഇത് കള്ള വീഡിയോ ആണ് എന്നുള്ള രീതിയിലൊക്കെ അവർ ഭയങ്കര പ്രഹസനമാണ്. ഈ കുറച്ച് കാര്യങ്ങളും കൂടി ഇവരുടെ നമുക്ക് പുള്ളിക്കാരൻ എൻ്റെ അമ്മയുടെ ലാസ്റ്റ് ചടങ്ങിൻ്റെ അന്ന് 16-ൻ്റെ അന്ന് വൈകിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു അമ്മ വാങ്ങിച്ചിട്ട സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോകും, കാരണം നമ്മൾ 2 മക്കളും നിൽക്കുന്ന സ്ഥലത്ത് മതിയല്ലോ. കാരണം എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടാണെന്ന് ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. അപ്പോൾ ചോദിക്കണേ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇതൊന്നും ഇല്ലേ? എൻ്റെ മാമൻ ചോദിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാനതൊന്നും ചിന്തിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞിട്ട് പോലും, ഞാൻ പൊന്നുവിൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സാധനങ്ങൾ കൊണ്ടുവന്നാൽ പോലും എൻ്റെ വീട്ടിൽ ഇടണ്ട, നീ എന്തോ ചെയ്യ്, എൻ്റെ വീട്ടിൽ ഇടണ്ട. കാരണം എനിക്ക് ആരുടെ ഒരു മുതലും വേണ്ട. അമ്മയുടെ 16 കഴിയുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവരുടെ അമ്മ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൂട്ടിയ കുറേ സാധനങ്ങൾ ഉണ്ടാവും, അതിൻ്റെ ഫ്രിഡ്ജോ TV എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോകുന്ന രണ്ടാമത്തെ ഫാദറിനോട് പറഞ്ഞു. തുടർന്ന് ബന്ധുക്കൾ ഉൾപ്പെടെ ഇവർ രാത്രി ഈ വീട്ടിൽ ചെന്ന് കയറുന്നതിനും അങ്ങനെയുള്ള ഒരുപാട് അലിഗേഷൻ ഇവർക്കെതിരെ ഉന്നയിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഒരു പരാതി. ഇനി എൻ്റെ ചെറിയ ഒരു 2-3 സംശയങ്ങളുണ്ട്. ഇവർ ഈ സ്റ്റെപ്പ് ഫാദറിനെ പറ്റി പറയുമ്പോൾ ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ സ്റ്റെപ്പ് ഫാദർ ഈ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഈ അമ്മയുടെ കൂടെ ജീവിച്ചിട്ടില്ല, 1 വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അതിലുണ്ടായ മകനാണ് ഇവരുടെ അനിയൻ എന്ന് പറയുന്നത്. പിന്നെ അയാൾ ഈ സീനിൽ ഇല്ലായിരുന്നു. ഇവരുടെ കല്യാണം വന്നപ്പോൾ ഈ പൊന്നുവിനെ ഈ രാജേഷ് കല്യാണം കഴിക്കുമ്പോൾ ഈ രാജേഷ് ഇടപെട്ടിട്ടാണ് ഈ സ്റ്റെപ്പ് ഫാദറെ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്.
ഇനി എന്തുകൊണ്ട് സ്റ്റെപ്പ് ഫാദർ 1 വർഷം കഴിഞ്ഞപ്പോൾ പോയി എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ട് അമ്മേനെ തല്ലി ചതച്ചു എന്നൊക്കെ ഈ പൊന്നു തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അയാൾ 1 വർഷം മാത്രമേ ഞങ്ങളുടെ ആ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അയാൾ പോയി. പിന്നെ ഇത്രയും വർഷം, അതായത് ഈ പൊന്നുവിൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് എന്തിനും ഇവർ ഇടപെട്ടിട്ട് അയാളെ കൊണ്ടുവന്നു ചോദിച്ചാൽ അതിന് ന്യായീകരണം പറയണത് എന്തായാലും മകൻ വലുതാവാണ്, അവനൊരു അച്ഛൻ വേണം, പ്ലസ് തുണ വേണം. എന്തായാലും പൊന്നു എന്ന് പറയുന്ന ആ ആള് കല്യാണം ആ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും മകനും ഒരു തുണ വേണം എന്നുള്ള രീതിയിൽ ഇവർ തന്നെ ഇടപെടിച്ചിട്ടാണ് കേട്ടോ ആ സ്റ്റെപ്പ് ഫാദറിനെ രണ്ടാമത് വീട്ടിലേക്ക് കയറ്റണത്. അപ്പോൾ ഈ സ്വന്തം അവരുടെ വീട്ടുകാർക്ക് ഇയാൾ ഒരു അപരിചിതനാവണ്ടേ? എന്നിട്ടും എന്തുകൊണ്ട് ഈ പൊന്നുവിൻ്റെ അമ്മാവനും ബന്ധുക്കളും ഇയാളുടെ കൂടെ നിൽക്കണു എന്നുള്ളത് ഒരു ചോദ്യമാണ്. രണ്ടാമതായിട്ട് അവയവദാനത്തിന് നമ്മൾ ഇത്രമാത്രം ഇവർ പറയുന്ന പോലെ നമ്മൾ പിന്നാലെ ഓടി നടക്കേണ്ട കാര്യങ്ങളുണ്ടോ? എൻ്റെ ഒരു അറിവിൽ അവയവദാനം, ബ്രെയിൻ ഡെത്ത് ഒരു കൂട്ടം വിദഗ്ധരായ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ നിന്ന് അതിൻ്റെ പെർമിഷൻ ആ സൈൻ വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന് ഒരുപാട് ഫോർമാലിറ്റികളൊന്നുമില്ല. രാജേഷ് അങ്ങനെ പറയുമ്പോൾ നാളെ അവയവദാനത്തിന് തയ്യാറാവുന്ന, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവയവദാനം ചെയ്തോട്ടെ എന്ന് പറയുന്ന കുറേ പേർക്കെങ്കിലും ഇതൊരു വലിയൊരു എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് തോന്നി പോവും. ഇനി മൂന്നാമതായിട്ട് ഇവരുടെ അമ്മാവനുൾപ്പെടെയുള്ള ബന്ധുക്കൾ സ്വന്തം പെങ്ങളുടെ മകനും അനുഭവിക്കേണ്ട അവരുടെ വസ്തു, ഈവൻ അത് ജപ്തിയിലാണെങ്കിൽ പോലും വീട് ഉൾപ്പെടെയുള്ള വസ്തുവും അതിൽ ആ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി വാങ്ങിയ സാധനങ്ങളും ഈ ചെറിയച്ഛൻ, അതായത് ഈ സ്റ്റെപ്പ് ഫാദർ അനുഭവിച്ചോട്ടെ, പക്ഷെ നീ ഇങ്ങോട്ട് വരണ്ട, നീ ഇതിൽ ഒന്നും പങ്കാളിയല്ല എന്നുള്ള രീതിയിൽ ഇത്രയും എതിർപ്പ് ഇവരോട് തോന്നാനുള്ള കാരണം എന്താണ്? ഇത് സ്വാഭാവികമായിട്ട് എല്ലാവരുടെ മനസ്സിലും തോന്നുന്ന സംശയമാണ്. അത് എല്ലാവരുടെയും അല്ല, ജനറലൈസ് ചെയ്യുന്നില്ല, ഇതെൻ്റെ മനസ്സിൽ തോന്നിയ സംശയമാണ്. ഇനി നാലാമതായിട്ട് നമ്മുടെ ലോക്കൽ ബോഡി, അതായത് പഞ്ചായത്ത് എന്നുള്ളൊരു സംഗതി ഉണ്ടാവുമല്ലോ ഏത് നാട്ടിലായാലും. ഒരു സ്ത്രീ മരിച്ചു കഴിയുമ്പോൾ അവരുടെ രണ്ടാമത്തെ ഭർത്താവ് ഈ അടുത്തേ വന്നിട്ടുള്ളൂ ഇവർ പറയുന്ന വേർഷനാണെങ്കിൽ, അയാൾ ആ വീട്ടിൽ കയറി താമസിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇടപെടാനുള്ള നാട്ടുകാർ അവിടെ ആരുമില്ലേ? ഇവർക്കൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ മകള് അവരുടെ ആ അമ്മ പ്രസവിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൽ കയറാനുള്ള അധികാരം ഉണ്ടെന്ന് ഒരു കോടതിയുടെയും സഹായമില്ലാതെ തന്നെ പറയും. ഇനി ലോക്കൽ ബോഡി പഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇയാളതിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കേണ്ടതാണ്. സ്റ്റിൽ ഈ പെങ്ങളുടെ മകൾക്കും പെങ്ങളുടെ മകനും വേണ്ടി വാദിച്ചു നിൽക്കേണ്ട അമ്മാവനുൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇവരുടെ അമ്മൂമ്മയുൾപ്പെടെയുള്ള ആളുകൾ ഇവർക്കെതിരെ നിൽക്കുന്നു. ഇനി ആ സ്വത്ത് എൻ്റെ അമ്മയുടെ വസ്തുവാണ് എന്ന് അമ്മാവൻ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വസ്തു അമ്മൂമ്മയുടെയും വീട് പണിത കാര്യം അമ്മയുടെ ആണോ? അത് ക്ലിയർ ആവുന്നില്ല. എന്തായാലും ഈ 2 മക്കൾ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലീഗലല്ലാത്ത ഭർത്താവ് എന്ന് ഇവർ പ്രത്യേകം പറയുന്നുണ്ട്. രണ്ടാമത്തെ ഹസ്ബൻഡും ലീഗലല്ല. ആദ്യത്തെ പൊന്നുവിൻ്റെ അച്ഛനെ പറ്റി വലിയ വിവരമില്ല. രണ്ടാമത് ഇവർ കല്യാണം കഴിച്ച ഹസ്ബൻഡും ലീഗലല്ല. അതിൽ നിന്നുണ്ടായതാണല്ലോ അനിയൻ. ഈ അനിയൻ്റെ എല്ലാ കാര്യവും ഇവർ ഏറ്റെടുത്ത് നടത്തുന്നു, വളരെ നല്ലത്. അപ്പം ഇങ്ങനെ ലീഗലല്ലാത്ത ഒരു ഹസ്ബൻഡ്, അതും ഈയിടെ അടുത്ത് ഈ പൊന്നുവിൻ്റെ കല്യാണത്തിന് മാത്രം അയാളെ ഇവർ ധൃതി പിടിച്ച് എവിടുന്ന് കണ്ടെത്തി കൊടുന്ന് വീണ്ടും അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത ആ രണ്ടാനച്ഛൻ ആ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെയാണ് ഈ ഇവരുടെ വീട്ടുകാരെ സോപ്പിട്ട് അയാളുടെ ഗ്രൂപ്പിലേക്ക് എത്തിച്ചത് എന്നുള്ളത് വല്ലാത്തൊരു നമുക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മകൾ, 2 കുട്ടികൾ ഉൾപ്പെടെ ആ അമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈമായിട്ടുള്ള ആദ്യത്തെ അവകാശികൾ എന്ന് പറയുന്നത് ആ മക്കളാണ്. അതിൽ ആ മകൾക്ക് അവിടെ വരരുതെന്ന് പറയാനോ, മകൾക്ക് അമ്മയുടെ സാധനങ്ങൾ എടുക്കരുതെന്ന് പറയാനോ, വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എടുക്കരുതെന്ന് പറയാനൊന്നും ഇവിടെ ആർക്കും അധികാരമില്ല. ഇവർ ഒരു ചെറിയൊരു പേപ്പർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് ലോക്കൽ ബോഡി, ഞാൻ പറഞ്ഞല്ലോ, പഞ്ചായത്തോ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാം, പഞ്ചായത്ത് ഓഫീസിൽ പരാതി കൊടുക്കാം, ഈവൻ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കാം, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ ഇവർ ഇത് യൂട്യൂബിലൂടെ എന്തിനാണ് ഇങ്ങനെ എന്നാൽ ഇവർ നിയമപരമായിട്ടുള്ള നടപടിക്ക് പോയിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം വരണം. ഇനി അനിയൻ്റെ
ചുമതല ഏറ്റെടുക്കുമ്പോൾ അനിയൻ്റെ പ്രൈം കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ്. നാളെ അയാൾ ഏതെങ്കിലും നിയമപരമായിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ അനിയൻ 18 വയസ്സാവാത്ത കുട്ടി എന്നുള്ള നിലയ്ക്ക് അവനിപ്പോൾ +2-നാകുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 15 വയസ്സായ മോനായിരിക്കും. അപ്പോൾ ആ 18 വയസ്സാവുന്നവരെ ആ അച്ഛനായിരിക്കണം ഉത്തരവാദി. ആ അച്ഛൻ അതിൽ നിന്നൊക്കെ സ്വയം ഒഴിഞ്ഞു മാറുന്നു എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ആ അനിയൻ്റെ പ്രൈം കസ്റ്റോഡിയൻ അമ്മയില്ലാത്ത അവസ്ഥയിൽ അച്ഛനാണ്. നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് അനിയനെ വിട്ടുകൊടുക്കേണ്ടി വരും. പിന്നെ ഡോക്യുമെൻറ്റ്സ്, അമ്മയുടെ സാധനങ്ങൾ, അമ്മയുടെ മകനായ അനിയൻ ഒക്കെ ഇവരുടെ പക്കലിപ്പുണ്ട് എന്നുള്ളതാണ് ഇവരുടെ വേർഷൻ അനുസരിച്ച്. പിന്നെ ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടതിൻ്റെ സാങ്കേതികത്വം അല്ലെങ്കിൽ അതിൻ്റെ സാങ്കത്യം എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും ഇനിയും ഇവർ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജേഷിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി സാമാന്യമായിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.